പുലികളി സംഘങ്ങൾക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിലൂടെ ഫണ്ട് അനുവദിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് ബി.ജെ.പി. മധുര വിതരണം നടത്തി. 2025-ൽ പുലികളി സംഘങ്ങൾക്ക് 3 ലക്ഷം രൂപ വീതമാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചത്. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡങ്ങൾ അംഗീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവാതെ വന്നതോടെ ഫണ്ട് ലാപ്സ് ആവുകയായിരുന്നു. തുടർന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിലാണ് വീണ്ടും പണം അനുവദിച്ചത്. തൃശൂരിന്റെ ഹൃദയത്തുടിപ്പാണ് പുലികളി. എന്നാൽ പുലികളിയെ സംരക്ഷിക്കാൻ കാലാകാലങ്ങളിൽ മാറിവന്ന സർക്കാരുകൾ യാതൊരു നടപടികളും കൈക്കൊണ്ടില്ല. ഈ സാഹചര്യത്തിലാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടൽ പുലികളി സംഘങ്ങൾക്ക് വലിയ ആശ്വാസമായത്. 2025-ൽ പുലികളി സംഘങ്ങൾക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിൽ കേന്ദ്ര സർക്കാർ ഓരോ സംഘങ്ങൾക്കും 3 ലക്ഷം രൂപ വീതം അനുവദിച്ചിരുന്നു. പണം അനുവദിക്കുന്നതിനൊപ്പം ചില മാനദണ്ഡങ്ങളും കേന്ദ്രം മുന്നോട്ട് വച്ചിരുന്നു. ഈ മാനദണ്ഡങ്ങൾ അംഗീകരിക്കാതെ വരികയും അന്നത്തെ ജില്ലാ കളക്ടർ വിഷയത്തിൽ കൃത്യമായി ഇടപെടാതിരിക്കുകയും ചെയ്തതോടെ ഫണ്ട് ലാപ്സാകുന്ന സാഹചര്യമുണ്ടായി. ഈ സന്ദർഭം മുതലെടുത്ത് ഇടതു വലതു മുന്നണികൾ കേന്ദ്ര സർക്കാരിനും സുരേഷ് ഗോപിക്കുമെതിരെ പുലികളി സംഘങ്ങളെ രംഗത്തിറക്കി പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചിരുന്നു. എന്നാൽ സുരേഷ് ഗോപി കൃത്യമായി ഇടപെടുകയും ഫണ്ട് തിരികെ ലഭ്യമാക്കുമെന്ന് പുലികളി സംഘങ്ങൾക്ക് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. പുലികളി സംഘങ്ങൾക്ക് നൽകിയ വാക്ക് പാലിച്ചതോടെ ബി.ജെ.പി. ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് മധുര വിതരണം നടത്തി. ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ബി. ഗോപാലകൃഷ്ണൻ, സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് തുടങ്ങിയവർ മധുര വിതരണത്തിന് നേതൃത്വം നൽകി. ജനം, തൃശൂർ.